ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന, പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രാണായാമം എന്ന് പറയുന്നൊരു കാര്യം. അതെ. പലരും ഇരുന്നിട്ട് ശ്വാസം ഓക്കെ, പ്രാണായാമം കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരുപാട്. അപ്പം ഇപ്പോൾ പ്രാണായാമയുടെ അതായത് ആ പ്ലസ് പ്ലസ് മാ എന്ന് പറയുന്നത് ത്രിഗണ വൈഭവമാണ്. ഓം എന്ന് പറയുന്നത് ആ ത്രിഗണമാണ്. ആ ഓം തന്നെ ത്രിഗണമാണ്. ആ ഉ മ 1, 5, 25 ഈ അക്ഷരങ്ങൾ ചേർന്നതാണ് ആ പ്ലസ് ഉ പ്ലസ് മ. ഇത് ആദ്യത്തത് ശരിക്കും പറഞ്ഞാൽ ആ എന്ന് പറയുന്നത് ഒരു കണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഊ എന്ന് പറയുന്ന ഒരു കണത്തെ സൂചിപ്പിക്കുന്ന, ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ് ആ എന്ന് പറയുന്നത്. അഗ്നിയും ആകാശത്തെയും ചേർത്താണ് ആ എന്ന് പറയുന്ന ദൈവഗണം. ഊ എന്ന് പറയുന്ന സ്ഥിതിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഊക്ക് എത്ര വേണേലും ദൈർഘ്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ശ്വസനം നമുക്ക് ദൈർഘ്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഊ എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഈ ജീവസ്ഥിതിക്ക് കാരണമായിരിക്കും, നമ്മളുടെ ശ്വസനത്തിന് കാരണമായിരിക്കുന്ന, നമുക്ക് അമൃതവായുക്കൾ നൽകുന്ന ഈ വൈഷ്ണവ ശക്തിയുടെ വൈഭവമാണ് ഊ എന്ന് പറയുന്നത്. ആ സ്ഥിതിയാണ്. ആ സെൻട്രലിൽ നിൽക്കുന്ന ഊ ആണ് ഈ ശ്വസന പ്രക്രിയയുടെ ദൈർഘ്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് മ. അത് സംഗ്രഹ അക്ഷരമാണ്. അതാണ് പ്രോട്ടോണിൻ്റെ വൈഭവം. അപ്പോൾ ആദ്യത്തേത് ഇലക്ട്രോണാണ്, സെൻട്രലിൽ നിൽക്കുന്ന ന്യൂട്രോണാണ്. ന്യൂട്രലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം പ്രോട്ടോണാണ്. അപ്പോൾ ഈ സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രിഗണശക്തിയുടെ വൈഭവത്തിലെ ഏറ്റവും വലിയ ശബ്ദാക്ഷരം, ഏറ്റവും മൂലപദം എന്ന് പറയുന്നത് ഓമാണ്. മൂലപദാർത്ഥം ബ്രഹ്മമാണ്, മൂലപദം ഓമാണ്. അപ്പോൾ ആ ഓം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശാരീരിക കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. പയ്യെ ശ്വസനം തുടങ്ങി അതിൻ്റെ ദൈർഘ്യം കൂട്ടി പിന്നെയും ദൈർഘ്യം കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ അതായത് നമ്മൾ വാക്കിംഗ് ഇല്ല, രാവിലെ വാക്ക് ചെയ്യുന്നത് വളരെ സ്ലോലി തുടങ്ങി പിന്നെ ഒന്ന് ഫാസ്റ്റിലേക്ക് വന്ന് പിന്നെ സ്ലോ ആയിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അതുപോലെ തന്നെ പ്രാണായാമം ചെയ്യുമ്പോഴും സാധാരണ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ശ്വസനം ശ്രദ്ധിച്ച് നമ്മൾ നിന്ന് ദീർഘശ്വസനം ദീർഘായുസിനെ നൽകും. അപ്പോൾ ആ ദീർഘായുസിലേക്ക് ആ ശ്വസന പദ്ധതിയിലേക്ക് എത്തി അത് ക്രമേണ നോർമൽ കണ്ടീഷനിലേക്ക് എത്തിയിട്ട് ശ്വസന പദ്ധതി ക്രമപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ് അത് ചിട്ടപ്പെടുത്തുക. നന്നായിട്ട് ശ്വസിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കേണ്ട ഒരു സിലബസ് പോലെ ആയിരിക്കുന്നു. പക്ഷേ നമുക്ക് ശരിക്കും മൈൻഡ് കറക്റ്റായി കഴിഞ്ഞാൽ ശ്വസനം കൃത്യമാവും. നമ്മളുടെ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ ഹാർട്ടിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആദ്യം നിൽക്കുന്ന ശ്വാസം, ശ്വസിക്കാൻ മറന്നു പോകും. ഇതിനകത്ത് കൂടെ ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കാം. ഈ ചില ആൾക്കാർ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ ആദ്യം അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറയും, ഉച്ഛ്വസിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്തേക്ക് എടുക്കുന്നതിൻ്റെ സ്പീഡ് പെട്ടെന്ന് എടുത്തിട്ട് ഉച്ഛ്വസിക്കുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറയും. സോ ഈ രീതിയിൽ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ സന്തോഷി പറയാമോ? ഇത് പല രീതിയിലുണ്ട്. ഇപ്പോൾ യോഗ തന്നെ പല രീതിയിലുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുന്നത്, ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങേപ്പോലെ നമ്മൾ ശാരീരികമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഫിസിക്കലി നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ബ്രെയിൻ കൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയ പാരായണങ്ങളിൽ മുഴുകുന്നവർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ ശാരീരികമായിട്ട് നമുക്ക് വളരെ ഡൗൺ ആയിരിക്കും. നമുക്ക് ശാരീരികമായിട്ട് ഒരു പട്ടിയിട്ട് ഓടിച്ചാൽ 4 ജോഡി നടക്കുമ്പോൾ നമ്മൾ വീഴും. നമുക്ക് ഓടാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഞാൻ വീഴും. കാരണം എൻ്റെ ക്രിയാശക്തി വളരെ ഡൗൺ ആയിരിക്കും. പക്ഷെ അതേസമയം അതിന് ചെയ്യുന്നതാണ് ജ്ഞാനശക്തിയെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ആ പാതയിൽ തന്നെ ആത്മീയതയിൽ തന്നെ ചരിച്ചുകൊണ്ട് ക്രിയാശക്തിയെ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് യോഗ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടും യോഗയുണ്ട്. ഇത് രണ്ടും ഒരു യോഗയല്ല, വ്യത്യസ്തമാണ്. അപ്പോൾ അയാളുടെ മെൻ്റൽ പവർ ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കാനുള്ള യോഗ പദ്ധതിയാണ് അവിടെ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഇച്ഛാശക്തിയായിട്ടുള്ള മനസ്സിൻ്റെ ആയത് വെച്ചിട്ടാണ് ഈ 2 യോഗയും ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രീത്തും ഇത് എന്താണ് നമ്മൾ ചെയ്യുന്ന ജോബ്, എന്താണ് നമ്മളുടെ മാർഗം, നമ്മളുടെ ലക്ഷ്യം, അതിനനുസരിച്ച് ബ്രീത്തിനും വ്യത്യാസം വരും.
പിന്നെ പനിയുള്ളപ്പോൾ, യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മഴ പെയ്യുമ്പോൾ, മഞ്ഞ് പെയ്യുമ്പോൾ, ശുദ്ധമല്ലാത്ത അന്തരീക്ഷത്തിൽ ഒന്നും പ്രാണായാമം പറയുന്നില്ല, ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ സന്തുലിതമായിട്ടുള്ള ശീതോഷ്ണ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമാണ് പ്രാണായാമം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ല എങ്കിൽ നമ്മളുടെ മനസ്സും അതുപോലെ ആയിരിക്കണം. ദുഃഖമുള്ളപ്പോൾ ശ്വസനം പറഞ്ഞിട്ടില്ല, പ്രാണായാമം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അമിത സന്തോഷമുള്ളപ്പോഴും പറഞ്ഞിട്ടില്ല. ഇത് സന്തുലിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഏറ്റവും എന്താ പറഞ്ഞ പ്രകൃതി അത്രയും പരിശോഭിതമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളങ്ങനെ ഒരു പ്രാണായാമം ചെയ്യുന്നത് നമുക്ക് ഗുണമാകുള്ളൂ. അപ്പോൾ അത് എന്താണോ നമ്മൾ ജീവിതത്തിൽ എന്താണോ നമ്മളുടെ ലക്ഷ്യം, അതിനനുസരിച്ചാണ് ഈ പ്രാണായാമത്തിൻ്റെ സിലബസ് മാറ്റേണ്ടത്. അപ്പം നമ്മൾ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സിദ്ധി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 5 മിനിറ്റൊക്കെ ശ്വാസം വിടാതെ പിന്നീട് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു പ്രാണായാമ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർ ഒരുപാട് പേര് 3 മിനിറ്റൊക്കെ സുഖമായിട്ട് അവർക്ക് വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിയെ ചെയ്യാൻ കഴിയും. അപ്പം അതെല്ലാം പ്രാക്ടീസാണ്, നിരന്തരമായിട്ടുള്ള. സാധാരണ ഒരാൾ 3 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ തീർന്നു പോകും. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളെന്താണോ അതിനനുസരിച്ചാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി എന്താണ്? എല്ലാവരുടെയും ലെൻസിനും ഒരുപോലത്തെ കപ്പാസിറ്റി അല്ല, ശ്വസനത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇത് പഠിക്കാനും. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിംനേഷ്യത്തിൽ പോയാലും എല്ലാം ഒറ്റ സിലബസാണ്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് പലർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ യോഗാതലത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് പ്രാണായാമം. നിസ്സാരത്തിലൊരു കാര്യമല്ല, 3 മിനിറ്റ് വായും മൂക്കും കൂടി പൊത്തിപ്പിടിച്ച ആൾ തീർന്നു പോകും. അത്രയും വലിയ ഒരു പ്രാധാന്യമുള്ള പ്രാണൻ്റെ, ശരിക്കും പറഞ്ഞാൽ പ്രാണൻ്റെ ഗ്രഹമാണ് നാസിക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ധ്യാനത്തിലിരിക്കുമ്പോൾ പോലും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കണമെന്നാണ് പ്രമാണം. അതായത് മൂക്കിൻ്റെ തുമ്പിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വേണം പ്രാണായാമം ചെയ്യാൻ. ശ്വസനത്തിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ ചിട്ടയോടുകൂടി ചെയ്യുക. ഒരുപാട് നേരം ശ്വാസം പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് അങ്ങനെയുള്ളൊരു സിലബസ് എടുത്തേക്കുന്ന ആൾക്ക് അത് ഓക്കെ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സിലബസ് വേണ്ട. നന്നായിട്ട് ശ്വസിക്കാൻ പഠിക്കുക, ആരോടും വഴക്കിടാതിരിക്കുക. അപ്പോൾ ശ്വാസം തന്നെ ശരിക്കും കൃത്യമായിട്ട് പോകും. ഒരാളോട് വഴക്കിട്ടാൽ തന്നെ ശ്വാസം അപതാളത്തിലാവും, ഋതം മാറും. 9 പേരോട് വഴക്കിട്ടാൽ ഹാർട്ട് പോകും. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്വസനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അമിത പ്രാധാന്യത്തിലേക്ക് വന്നാലും നമ്മളുടെ ആയുസ്സിന് ദോഷം ചെയ്യും. അപ്പം അറിയാൻ പാടില്ലാതെ നമ്മൾ ഒരുപാട് ശ്വസന പ്രക്രിയകൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ ആയുസ് പെട്ടെന്ന് തീർന്നു പോകും. കാരണം നമ്മുടെ ലെൻസിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഗ്രാജുവലി അത് കൂട്ടി കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ, പെട്ടെന്ന് നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു എത്ര ശുദ്ധമായിരിക്കണം എന്നുള്ളതും വിഷയമാണ്.